തമിഴ്നാടിന് വേണ്ടത് നല്ല ഡോക്ടർമാരെയും നല്ല എഞ്ചിനീയർമാരെയും മാത്രമല്ല, നല്ല രാഷ്ട്രീയ നേതാക്കളെ കൂടിയാണ്. ഇത് പറയുന്നത് തമിഴക വെற்றிക്കഴകം നേതാവും നടനുമായ വിജയ്. DMK സർക്കാരിനെ നേർക്കുനേർ വിമർശിച്ച് രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന വിജയ് സ്റ്റാലിന് വെല്ലുവിളിയാകുമോ? സായി, അതായത് ഈ +2 10ാം ക്ലാസ് ഈ രണ്ട് ക്ലാസ്സുകളിലും ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നു ചെന്നൈയിൽ. ആ ചടങ്ങിൽ വെച്ചാണ് വിജയ് പറയുന്നത്, അതായത് നമ്മുടെ നാടിന് നല്ല ഡോക്ടർമാരുണ്ട്, നല്ല എഞ്ചിനീയർമാരുണ്ട് തമിഴ്നാടിന്, പക്ഷേ നമ്മുടെ നാടിന് നല്ല രാഷ്ട്രീയ നേതാക്കളില്ല. നല്ല രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാകണമെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരണം. അങ്ങനെയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നിങ്ങളെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആ നിലയിൽ ഒരു കമൻ്റാണ് അദ്ദേഹം ഈ പരിപാടിയിൽ വെച്ച് നടത്തിയത്. അതിന് വലിയ പ്രസക്തി നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫെബ്രുവരി മാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി രൂപീകരിക്കുന്നതിന്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊന്നും അദ്ദേഹം വരുന്നതും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിലുണ്ടായിരുന്ന ആളുകൾക്ക് പൊതുവിലുള്ള സംശയം വിജയ് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിജയുടെ ഒരു വോട്ട് ബാങ്ക് എന്തായിരിക്കുമെന്നാണ്. കാലങ്ങളായി തമിഴ്നാടിനെ നയിക്കുന്നത്, തമിഴ്നാട് രാഷ്ട്രീയത്തെ നയിക്കുന്നത് ദ്രാവിഡ പ്രസ്ഥാനങ്ങളാണ്. അതിനപ്പുറത്തേക്ക് എന്താണ് വിജയ്ക്ക് അവിടെ ചെയ്യാനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമായി ഒരുപക്ഷെ മാറിയേക്കാവുന്ന തരത്തിലുള്ള ഒരു കമൻ്റാണ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വരണം. ആ നിലയിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണോ തമിഴക വെற்றிക്കഴകം മാറാൻ പോകുന്നത് എന്നുള്ളൊരു സൂചനയല്ലേ ഇന്നത്തെ ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുള്ളത്? തീർച്ചയായും അമൽ, വിജയ് എന്തായാലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞു, സജീവമായി തന്നെ പ്രവർത്തിക്കാനും തുടങ്ങി. നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ എന്ത് രാഷ്ട്രീയമാണ്, എന്ത് ചലനമാണ് അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് തന്ത്രമാണ് വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. ആരെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്ന്. പക്ഷേ അതിൻ്റെ സൂചനയും നേരത്തെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പറയുന്ന വിദ്യാർത്ഥികളെ അടക്കം അനുമോദിക്കുകയും വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തയാളാണ് വിജയ്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ സജീവമായിരുന്നു അദ്ദേഹത്തിൻ്റെ താരസംഘടന. അത് വളരെ സജീവമായി തന്നെ ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ അന്ന് എല്ലാവരും വിലയിരുത്തിയൊരു കാര്യം, യുവതലമുറ, യുവ വോട്ടർമാരെയാണ് വിജയ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ അമൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വിജയ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിനു മുൻപ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു, അതിൽ വിജയ് മത്സരിച്ചിട്ടില്ല. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നുണ്ട്. അവിടെയൊന്നും വിജയുടെ പാർട്ടി മത്സരിക്കുന്നില്ല. അവരുടെ ലക്ഷ്യം എന്നുള്ളത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് കന്നി വോട്ടർമാരാകാൻ പോകുന്ന 10,000-കണക്കിന് ആളുകൾ തമിഴ്നാട്ടിലുണ്ട്. അവരെ ഇപ്പോഴേ ബാർഗെയിൻ ചെയ്യുക, അവരുടെ മനസ്സിലേക്ക് ഇപ്പോഴേ കയറിക്കൂടുക എന്നുള്ളതാണ് വിജയ് എടുത്തിരിക്കുന്ന ആദ്യത്തെ തന്ത്രം. അതിനാണ് അദ്ദേഹം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യാപകമായ ഇത്തരത്തിൽ പരിപാടികൾ നടത്തുന്നത്, അവരുമായി സംവദിക്കുന്നത്. അവരിലാണ് വിജയ് പ്രധാനമായും പ്രതീക്ഷ അർപ്പിക്കുന്നത്. അവരോട് സംവദിക്കുന്ന ഇന്നിപ്പോൾ വിജയോടെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: തമിഴ്നാടിന് വേണ്ടത് നല്ല നേതാക്കളെയാണ്, നല്ലതുപോലെ പഠിക്കുന്നവർ രാഷ്ട്രീയത്തിലേക്ക് വരണം, അതാണ് എൻ്റെ ആഗ്രഹം. ശരിയും തെറ്റും മനസ്സിലാക്കി വേണം പുതിയ തലമുറ മുന്നോട്ട് പോകാൻ. അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ അപ്പാടെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കളിൽ പലരും വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവരാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരണം, നല്ല അഭിഭാഷകരും നല്ല ഡോക്ടർമാരും മാത്രം പോരാ എന്ന് പറഞ്ഞിട്ടാണ് പുതിയ തലമുറയുടെ മനസ്സിലേക്ക് ഒരു പുതിയ രാഷ്ട്രീയം, പുതിയൊരു വീക്ഷണം അദ്ദേഹം തുറന്നു വെക്കുന്നത്. ഇതാദ്യത്തെ കാഴ്ചയല്ല എന്ന് പറഞ്ഞതുപോലെ നേരത്തെ ഈ പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ വിജയ് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയും അന്ന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പണം വാങ്ങി വോട്ട് ചെയ്യരുത്, അത് ഒരു വടിയെടുത്ത് സ്വന്തം കണ്ണിൽ കുത്തുന്നത് പോലെയാണ് എന്ന വിജയുടെ പരാമർശം അന്ന് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെയും എല്ലാവരും പറഞ്ഞത്, ഈ യുവ വോട്ടർമാർ, അതായത് ഒരുപക്ഷെ ആദ്യ വോട്ട് കന്നി വോട്ടർമാരാകാൻ 2026 തയ്യാറെടുത്ത് നിൽക്കുന്ന, അന്നേക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന ആളുകളെയാണ് വിജയ് ലക്ഷ്യം വെക്കുന്നത്. അത് വലിയൊരു സംഘം വോട്ടർമാർ വരും. അതോടൊപ്പം യുവ വോട്ടർമാരെ ആകർഷിക്കുക എന്നുള്ളതാണ് വിജയ് ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ ഘടകം. മറ്റൊന്ന്, ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം, ദളിത് വോട്ടർമാരെയും വിജയ് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ്. ഇന്ന് തന്നെ നോക്കുവാമല്ല, അവിടെ ആ പരിപാടിയിലേക്ക് വിജയ് വരുന്നത് സ്വാഭാവികമായും വിജയെ പോലെയുള്ള ഒരു സ്റ്റാർ, ഒരു പ്രധാനപ്പെട്ട ഉദ്ഘാടകൻ വരുമ്പോൾ അദ്ദേഹം നേരെ വേദിയിലേക്കാണ്, മെയിൻ വേദിയിലേക്ക് വരികയും അവിടെ പ്രസംഗിക്കുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷേ വലിയ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ഈ പരിപാടി നടക്കുന്ന വേദിയിലുണ്ടായത്. അവിടെ വിജയ് ആദ്യം വരുന്നു,
ഈ സദസ്സിലുണ്ടായിരുന്ന ചില ദളിത് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇരിക്കുന്നു, അവരുമായി കുശലം സംഭാഷണങ്ങൾ നടത്തുന്നു. അതിനുശേഷമാണ് വിജയ് വേദിയിലേക്ക് പോവുകയും ഇപ്പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് വിജയുടെ പാർട്ടി പ്രവർത്തകർ. അപ്പോൾ ദളിത് രാഷ്ട്രീയം വിജയ് ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നാം തമിഴർ പോലെയുള്ള തീവ്രമായ രാഷ്ട്രീയം പറയുന്ന അവിടെയുള്ള ദളിത് വോട്ട് ബാങ്കുള്ള കക്ഷികളൊക്കെ ആയിട്ട് ഒരുപക്ഷെ സഖ്യമുണ്ടാക്കും എന്നൊക്കെയുള്ള സൂചനകളുണ്ടെങ്കിലും നിലവിൽ വിജയ് അത് തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ സംഭവിച്ചു കൂടായികയില്ല. അപ്പോൾ ദളിത് വോട്ടുകൾ വിജയ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് നടത്തുന്നത്. അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് തന്നെ വേണം ഇന്നത്തെ ഈ പരിപാടിയും അവിടെ വിജയ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും. അതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട് അമൽ. ഇന്ന് ഇപ്പറഞ്ഞ രാഷ്ട്രീയം മാത്രമല്ല വിജയ് പറഞ്ഞിട്ടുള്ളത്, DMK സർക്കാരിനെ പേരെടുത്ത് വിമർശിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതായത് ലഹരി മാഫിയയെ നിർവീര്യമാക്കാൻ ഒന്നും ചെയ്യാത്തൊരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഒരുപക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള പ്രതികരണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ വിജയ് നേരത്തെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിനെ പേരെടുത്ത് വിമർശിക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. അപ്പോൾ വിജയ് പോര് കുറിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി DMK ആണ്, സ്റ്റാലിൻ സർക്കാരാണ്. അതിനിപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇപ്പോഴത്തെ ഈ ലഹരിയാണ്. വ്യാജ മദ്യ ദുരന്തവും അവിടെ വിജയ് നടത്തിയിട്ടുള്ള ഇടപെടലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ ആദ്യം ഓടിയെത്തുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ വിജയാണ്. അവരുടെ അടുത്ത് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സർക്കാരിനെ നിശിതമായി അദ്ദേഹം വിമർശിക്കുന്നത്. അതും ഈ ലഹരിക്കെതിരെ അദ്ദേഹം നടത്തുന്ന പോരാട്ടവും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിൽ കൃത്യമാണ്. അത് 2026 അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ സർക്കാരിനെതിരെ വീണുകിട്ടിയ ഒരു ആയുധവും വളരെ നല്ല രീതിയിൽ വിജയ് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വെച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാം. അങ്ങനെ ഒരു സ്പേസ് വിജയ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് യുവാക്കൾ, ദളിത് സമൂഹം, അങ്ങനെയുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാൻ വിജയ് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതാണ് അവരുടെ പദ്ധതി എങ്കിൽ തന്നെ അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളൊരു കാര്യം കൂടി അതിലുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പറഞ്ഞതുപോലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മണ്ണാണ് തമിഴ്നാട്. കാലങ്ങളായി, അതായത് ഒന്നും രണ്ടുമല്ല, ഏതാണ്ട് 100 വർഷത്തിലധികമായി തമിഴകത്തെ നയിക്കുന്നത് ദ്രാവിഡ സ്വത്വബോധമാണ്. അതിലൊരു തർക്കവുമില്ല. അത് തന്തൈ പെരിയാർ എന്ന് പറയുന്ന EV രാമസ്വാമി നായ്ക്കറിലൂടെ തുടങ്ങിയ ആ ദ്രാവിഡ പ്രസ്ഥാനം പിന്നീട് രാഷ്ട്രീയ പാർട്ടികളായി മാറുന്നു, ഭരണത്തിൽ വരുന്നു, അധികാരത്തിലിരിക്കുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ 100 വർഷക്കാലമായിട്ട് തമിഴിൻ്റെ ഉള്ളിലെ ആ ദ്രാവിഡ സ്വത്വബോധം എന്നുള്ളത് എല്ലാ കാലത്തും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് തമിഴിനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും. അതിപ്പോൾ 1917 ജസ്റ്റിസ് പാർട്ടി രൂപീകരിച്ചുകൊണ്ടാണ് അത്തരമൊരു ആശയത്തിന് പെരിയാർ തുടക്കമിടുന്നത്. അത് ഒരുപക്ഷെ കേരളത്തെക്കാൾ തീവ്രമായ രീതിയിൽ ശ്രേണീകൃതമായിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്. ഒട്ടനേകം അനാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് അവിടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദ്രാവിഡ പ്രസ്ഥാനം അല്ലെങ്കിൽ ദ്രാവിഡ ആശയം ഉണ്ടാവുന്നത്. അത് എല്ലാ വിധത്തിലുമുള്ള മനുഷ്യവിരുദ്ധ സംഗതികളെയും ചോദ്യം ചെയ്തു കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും അതിന് ആൾബലമുണ്ടായി. അതിനോട് ചേർന്ന് പോകുവാൻ തമിഴൻ നിന്നു. ആ നിലയിൽ 1925 അദ്ദേഹം ആത്മാഭിമാന പ്രസ്ഥാനം രൂപീകരിക്കുന്നു, സ്വാഭിമാന പ്രസ്ഥാനം പെരിയാർ. അതിനുശേഷം ഈ രണ്ട് പ്രസ്ഥാനങ്ങളും, ജസ്റ്റിസ് പാർട്ടിയും ഈ സ്വാഭിമാന പ്രസ്ഥാനവും, രണ്ടും ഒരേ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് എന്നുള്ള നിലയിൽ 1938 ഇവ രണ്ടും ലയിക്കുകയാണ്. പിന്നീട് 1944 ദ്രാവിഡ കഴകം, ദ്രാവിഡം എന്നുള്ള ഒരു പേര് തന്നെ ആദ്യമായി ഒരു പ്രസ്ഥാനത്തിനിട്ടുകൊണ്ട് അദ്ദേഹം ദ്രാവിഡ കഴകം രൂപീകരിക്കുന്നത്. പിന്നീട് അതിൻ്റെ ചരിത്രത്തിൻ്റെ വഴികളിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം ഉണ്ടാകുന്നു. ഈ ദ്രാവിഡ കഴകത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞുകൊണ്ട് അതിന് അണ്ണാദുരൈയും കരുണാനിധിയുമാണ് നേതൃത്വം കൊടുക്കുന്നത്. അവർ ഏറ്റെടുത്ത സമരമാകട്ടെ ഈ ഹിന്ദി വിരുദ്ധ സമരങ്ങളുടെ മുന്നണി പോരാളികളായിട്ടാണ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ നേതാക്കൾ തമിഴ് ജനതയെ അഭിസംബോധന ചെയ്യുന്നത്. അവിടെയും തമിഴ് സ്വത്വം എന്നുള്ളൊരു വലിയ വികാരം അവരുടെ രാഷ്ട്രീയത്തെ നയിക്കുന്നുണ്ട്. അങ്ങനെ 1965 രാജ്യത്ത് ഹിന്ദി ഒരേ ഒരു ഔദ്യോഗിക ഭാഷയാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നു. അതിനെതിരെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം തമിഴ്നാട്ടിൽ ശക്തമാവുന്നു. ആ പ്രക്ഷോഭണത്തിൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടാണ് കരുണാനിധിയും അണ്ണാദുരൈയും ഒക്കെ ചേർന്നുകൊണ്ട് അവിടെ ആദ്യമായിട്ട് കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കി DMK അധികാരത്തിലെത്തുന്നത്. അത് നോക്കൂ, 1952 മുതൽ 67 വരെ അവിടെ കോൺഗ്രസ് അധികാരത്തിലിരുന്നു. പിന്നീട് 1967 ആദ്യമായി DMK അവിടെ അധികാരത്തിൽ വരികയാണ്. അണ്ണാദുരൈ മുഖ്യമന്ത്രിയാവുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം കരുണാനിധി മുഖ്യമന്ത്രിയാവുന്നു. പിന്നീട് 1971 DMK അധികാരം നിലനിർത്തുകയാണ്. അവിടെ പിന്നീട് MGR ആ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു, DMKയിൽ നിന്ന് പിരിഞ്ഞു പോയി ADMK രൂപീകരിക്കുന്നു. അപ്പോഴും അതും ഒരേ ദ്രാവിഡ പ്രസ്ഥാനം തന്നെയാണ്. അണ്ണാദുരൈ തുടങ്ങി വെച്ച ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ തന്നെ
പിന്തുടർച്ചക്കാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് ADMKയും രൂപീകരിക്കുന്നത്. അങ്ങനെ MGRന്റെ നേതൃത്വത്തിൽ 77-ൽ ADMK വരുന്നു, 80-ലും 84-ലും അവർ ഭരണം നിലനിർത്തുന്നു, 89-ൽ DMK വരുന്നു, 91-ൽ ADMK വരുന്നു, 1996-ൽ കരുണാനിധി മുഖ്യമന്ത്രിയാവുന്നു, DMK അധികാരത്തിൽ വരുന്നു, 2001-ൽ വീണ്ടും ജയലളിത മുഖ്യമന്ത്രിയാവുന്നു, അപ്പോഴും ഭരണം ADMKയാണ്, 2006-ൽ DMK, 2011-ലും 2016-ലും ADMK, ഇപ്പോൾ 2021 മുതൽ സ്റ്റാലിൻ അവിടെ അധികാരത്തിലിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 57 വർഷക്കാലം, അതായത് അരനൂറ്റാണ്ടിലധികം കാലമായി തമിഴ്നാടിനെ ഭരിക്കുന്നത്, തമിഴ്നാട്ടിലെ ജനതയെ ഭരിക്കുന്നത്, അവരുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഈ രണ്ട് പാർട്ടികളാണ്. ഒന്നുകിൽ ഭരണ രംഗത്തുണ്ടാവും, അല്ലെങ്കിൽ പ്രതിപക്ഷത്തുണ്ടാവും. അങ്ങനെ ദ്രാവിഡ പ്രസ്ഥാനങ്ങളാൽ നയിക്കുന്ന ഒരു സംസ്ഥാനമായി കഴിഞ്ഞ 5 പതിറ്റാണ്ടിലധികമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് ആ ദ്രാവിഡ ആശയങ്ങൾ ഉൾക്കൊള്ളാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഒരിക്കലും വിജയ്ക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുവാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ തമിഴ് ഉള്ള ആ സ്വന്തം സ്വത്വബോധത്തെ അത്രമേൽ ഉൾക്കൊള്ളുന്ന ഒരു ജനതയിൽ നിന്ന് അതല്ലാത്ത മറ്റൊരു രാഷ്ട്രീയത്തിന് പുതിയൊരു വഴി വെട്ടുവാൻ വിജയ്ക്ക് സാധിക്കണമെങ്കിൽ അതിന് വലിയ പ്രയാസപ്പെടേണ്ടി വരും എന്നൊരു സാധനമുണ്ട്. പക്ഷെ അപ്പോഴും വിജയ്ക്കുള്ളൊരു ഒരു ഹോപ്പ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ആശയത്തെ കൂടി ഉൾക്കൊണ്ടുപോയാൽ ഒരുപക്ഷെ അത് സാധിച്ചേക്കും. പ്രത്യേകിച്ച് DMK ADMK എന്നുള്ള ഒരു ഇരുധ്രുവ സംവിധാനമായിരുന്നു തമിഴ്നാട്ടിലെങ്കിൽ ഇപ്പോൾ ADMK ഒരു വലിയ ശേഷിയുള്ള പാർട്ടി അല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സ്പേസിൽ ഒരു പക്ഷേ വിജയ്ക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. തീർച്ചയായും അമൽ, അത് തന്നെയാണ് വിജയ് മുന്നിൽ കാണുന്ന വലിയ സാധ്യതയും. അമൽ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വേരൂന്നിയിട്ടുള്ള ഒന്നാണ്. അത് വളരെ പെട്ടെന്നൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത്, ഇനി എത്ര വലിയ സ്റ്റാർഡമുള്ള ആൾ വന്നാലും അതിൽ വളരെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുക എന്നുള്ളത് ആരെ സംബന്ധിച്ചും അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രത്തോളം ആ മണ്ണിൽ ദ്രാവിഡ രാഷ്ട്രീയം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിജയുടെ പാർട്ടിയുടെ പേരിൽ പോലും ദ്രാവിഡ എന്ന വാക്കില്ല. മറ്റ് അവിടെ സജീവമായിട്ടുള്ള പാർട്ടികളിലൊക്കെ ദ്രാവിഡ എന്നുള്ള വാക്കുണ്ട്. അതുപോലും അവിടെയുള്ള ആളുകളെ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. ഇനി നമുക്കറിയില്ല, ഇതുവരെയും അങ്ങനെ ദ്രാവിഡ രാഷ്ട്രീയത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണോ വിജയ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. പൂർണ്ണമായും വിജയ് പിടി തന്നിട്ടില്ല. അദ്ദേഹം ഇപ്പറയുന്ന ദളിത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തൊഴിലാളികളെ, വിദ്യാർത്ഥികളെ, മത്സ്യത്തൊഴിലാളികളെ, ഇവരെയൊക്കെ അല്ലെങ്കിൽ ഇവരൊക്കെ ചേർന്ന് പോകുന്ന നിരവധി പരിപാടികൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു സാധ്യതയാണ് വിജയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അമൽ പറഞ്ഞ മറ്റേ കാര്യമുണ്ടല്ലോ, അതായത് നിലവിൽ തമിഴ്നാട്ടിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ അഭാവം എന്നുള്ളത് ശക്തമായി തന്നെ പ്രകടമാണ്. സ്റ്റാലിൻ എന്ന് പറയുന്ന നേതാവ് അങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ആ പ്രഭാവത്തോട് വെല്ലാൻ പാകത്തിലുള്ള ഒരു നേതാവ് പ്രതിപക്ഷ നിരയിൽ ഇല്ല എന്നുള്ളതാണ് DMKയുടെയും സ്റ്റാലിനെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ഘടകം. അത് സ്റ്റാലിന് പോസിറ്റീവ് ആകും എന്ന് പറയുമ്പോൾ തന്നെ വളർന്നു വരുന്ന ഒരു പക്ഷേ വിജയ് അടക്കമുള്ള ആളുകൾക്കും പോസിറ്റീവായ കാര്യവും അത് തന്നെയാണ്. അവിടെ ഒരു സ്പേസ് തുറന്നു കിടക്കുകയാണ്. സ്റ്റാലിനോട് നേർക്കുനേർ ഫൈറ്റ് ചെയ്യാൻ കേപ്പബിളുള്ള, ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു നേതാവ് ഉയർന്നു വരാനുള്ള സാധ്യത ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ട്. ആ ഒരു സ്പേസ് ഏറ്റെടുത്തുകൊണ്ട് വിജയിച്ചു വരാൻ വിജയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മളിനി കാണേണ്ടത്. കാരണം നമ്മൾക്കറിയാമല്ലോ അമൽ, നരേന്ദ്രമോദി നേരിട്ടിറങ്ങി വന്ന് കളിച്ചിട്ട് പോലും DMKയെ ഒന്ന് തൊടാൻ, അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും ഒരു കോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിക്കും കഴിഞ്ഞിട്ടില്ല, BJPക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വലിയ പ്രഭാവത്തോടെ വിജയിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ അവിടെ സ്റ്റാലിൻ. അദ്ദേഹത്തിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിനും വളർന്നു വരുന്നുണ്ട്. അവിടെ പ്രതിപക്ഷം ഇപ്പോൾ ജയലളിതയുടെ മരണശേഷം ചിന്നിച്ചിതറിപ്പോയ ADMK ആണ്. അവിടെയൊക്കെയുള്ളത് രണ്ടാം നിര നേതാക്കളാണ്. സ്റ്റാലിനോട് നേർക്കുനേർ വെല്ലാൻ കഴിയുന്നൊരു നേതാക്കളോ പാർട്ടിയോ നിലവിൽ തമിഴ്നാട്ടിലില്ല. DMK മാത്രമല്ല, ഇപ്പോൾ മറ്റ് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഇന്ത്യ മുന്നണി എന്ന പേരിൽ അവിടെ വലിയ രീതിയിൽ വിജയകരമായി തന്നെ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ വെല്ലാൻ ഒരു പ്രതിപക്ഷ സ്വരമായി മാറാൻ വിജയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ആ സ്പേസാണ് വിജയ് ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷമദ്യ ദുരന്തമുണ്ടായപ്പോൾ അത് സർക്കാരിനെതിരെ ഏറ്റവും വലിയ ആയുധമായി വിജയ് ഉപയോഗിക്കുന്നത്. ഇന്ന് തന്നെ വിജയ് പറഞ്ഞത് നോക്കൂ, ലഹരി മാഫിയെ നിയന്ത്രിക്കുന്നതിൽ നിലവിലെ സർക്കാർ പരാജയമാണ്. ലഹരി എന്ന ഭീഷണിയെ ഇല്ലാതാക്കാൻ ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ആദ്യമായിട്ടാണ് സർക്കാരിനെ നേർക്കുനേർ വിമർശിക്കുന്നത്.
അതും വളരെ കൃത്യമായി സ്റ്റാലിൻ ഇപ്പോൾ, അതായത് തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ വലിയ പ്രഭാവത്തിൽ നിൽക്കുമ്പോഴും സ്റ്റാലിൻ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് ഈ വ്യാജമദ്യ ദുരന്ത സംഭവത്തിലാണ്. കാരണം കൃത്യം ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ ഒരു ദുരന്തമുണ്ടാകുന്നു. 60-ലധികം ആളുകൾ അവിടെ കൊല്ലപ്പെടുന്നു. അവിടെ ഈ ചെറിയ പാരിതോഷികം അല്ലെങ്കിൽ അവർക്ക് സഹായം ചെയ്തു എന്നതല്ലാതെ ഈ വ്യാജമദ്യത്തെ ഇല്ലാതാക്കാൻ, ആ ദുരന്തത്തെ ഇല്ലാതാക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു വികാരം അവിടെ ആളുകളിൽ ശക്തിപ്പെടുന്നുണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കാൻ വിജയ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ ഈ പ്രതിപക്ഷത്തിൻ്റെ ആ അസാന്നിധ്യം, ഒരു ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യം അത് ഗുണകരമായി ഉപയോഗിക്കാൻ കഴിയും എന്ന് വിജയ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ. ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വിജയ് എത്രത്തോളം വളർന്നു വരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളപ്പോഴും വിജയ് എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അതിൽ എല്ലാ കാലത്തും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സിനിമയിൽ നിന്ന് വരുന്നു, സിനിമയിൽ നായക പരിവേഷം, നായകനായി വരുന്നു, അല്ലെങ്കിൽ ഒരു വിപ്ലവ നേതാവായി വരുന്നു. ആ സിനിമകളിലൂടെ അയാൾ ജനകീയനായിട്ടുള്ള ഒരാളാവുന്നു. അത് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ നേതാക്കളായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അതുപോലെ തന്നെ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തി പയറ്റി പരാജയപ്പെട്ടു പോയവരുമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ നടനല്ല, കരുണാനിധി നടനല്ല, പക്ഷേ കരുണാനിധി ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ, അതെ, സിനിമയിൽ കൂടി തന്നെ അദ്ദേഹം എഴുതിയ സംഭാഷണങ്ങളും തിരക്കഥകളും, ആ സംഭാഷണങ്ങൾ പറഞ്ഞാണ് MGR നായകനാവുന്നത്. അപ്പോൾ മിന്നുന്ന ആളുകളെ വലിയ രീതിയിൽ പ്രചോദിപ്പിക്കുന്ന സാമൂഹികമായിട്ടുള്ള ഒരു വിപ്ലവത്തെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീപ്പൊരി സംഭാഷണങ്ങൾ എഴുതി, തിരക്കഥകൾ എഴുതി ജനങ്ങളെ സ്വാധീനിച്ചാണ് കരുണാനിധി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. ഇപ്പോൾ 6863 ദിവസം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു കരുണാനിധി. ഇതിനെല്ലാം അടിത്തറയായത് അദ്ദേഹത്തിൻ്റെ കലാജീവിതവും സിനിമാ ജീവിതവും തന്നെയാണ്. അവിടെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ് അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചത്, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായത്. ഇപ്പോൾ അതിൽ തന്നെ തിരക്കഥാകൃത്തായിട്ട് ഇപ്പോൾ രാജകുമാരി, MGR അഭിനയിച്ച സിനിമയാണ്. ആ രാജകുമാരിയിലെ സംഭാഷണങ്ങളൊക്കെ ജനങ്ങൾ തമിഴ്നാട്ടിൽ ആവർത്തിച്ച് പറഞ്ഞു നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പരാശക്തി, പൂമാലൈ, പൂമ്പുഹാർ, നെഞ്ചുക്ക് നീതി എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സിനിമകൾക്ക് തിരക്കഥ എഴുതിയാണ് കരുണാനിധി രാഷ്ട്രീയത്തിൽ ഒരു വലിയ ജനകീയനായ നേതാവായി മാറുന്നത്. അതിലൂടെ തന്നെ, അതായത് കരുണാനിധി എഴുതിയ സംഭാഷണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത്, സിനിമയിലൂടെ അഭിസംബോധന ചെയ്ത് പിന്നീട് അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വിജയിച്ച നേതാവാണ് MGR. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നു. വലിയ രീതിയിൽ നോക്കൂ, DMK-യിൽ നിന്ന് പിളർന്നു വന്ന് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി തൊട്ടടുത്ത തവണ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അവർ അവിടെ അധികാരം പിടിക്കുകയാണ്. അത്രയേറെ സിനിമയ്ക്ക്, ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ജയലളിത ഇതിലും വലിയ ഉദാഹരണം മറ്റൊന്നില്ല. എത്രയോ തവണ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി അമ്മ എന്നുള്ള ഏറെ സ്നേഹനിർഭരമായിട്ടുള്ള വിളികളോടെ അവർക്ക് വേണ്ടി ജനം കാത്തു നിന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. വിജയിച്ച താരങ്ങളാണ് കരുണാനിധിയും ജയലളിതയും ഒപ്പം തന്നെ MGR. പക്ഷേ അതേസമയം വിജയകാന്ത് DMDK എന്നുള്ളൊരു പാർട്ടി രൂപീകരിച്ചു, ചില ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും എല്ലാ കാലത്തും അല്ലെങ്കിൽ ഇവരെ പോലെ അധികാരത്തിലെത്തുന്ന ഒരു പാർട്ടിയായി മാറുവാൻ വിജയകാന്തിൻ്റെ പാർട്ടിക്ക് മാറിയില്ല. അതേപോലെ തന്നെ പരാജയപ്പെട്ട മറ്റൊരു നേതാവാണ് ശിവാജി ഗണേശൻ. അദ്ദേഹം MGR-നെ പോലെ തമിഴ്നാട്ടിൽ അത്രമേൽ സ്വീകാര്യനായിട്ടുള്ള ഒരു നടനായിരുന്നു, നായകനായിരുന്നു. MGR-നൊപ്പം ബലാബലം നിൽക്കുന്ന ഒരു നായകനായിരുന്നു. നടികർ തിലകം എന്നൊക്കെ തമിഴ്നാട്ടിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. ആ നിലയിൽ പക്ഷേ അദ്ദേഹം തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിൽ പരാജയപ്പെടുകയാണ്. തമിഴ്നാട് നാഷണൽ പാർട്ടി എന്നുള്ളൊരു പാർട്ടി രൂപീകരിക്കുന്നു, പിന്നീട് കോൺഗ്രസിൽ പോകുന്നു, തമിഴ് മുന്നേറ്റ മുന്നണി എന്ന് മറ്റൊരു പാർട്ടി ഉണ്ടാക്കുന്നു. അപ്പോഴെല്ലാം രാഷ്ട്രീയത്തിൽ കൃത്യമായൊരു സ്വാധീനമുണ്ടാക്കുന്ന ഒരു ശക്തിയായി ആ പാർട്ടികളെ മാറ്റാനോ അതിൻ്റെ മുന്നണി പോരാളിയാവാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. രജനീകാന്ത് ശ്രമം തുടങ്ങിയപ്പോഴേ പരാജയപ്പെട്ടു. ഒരു പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തുമെന്നുള്ള പലതര ചർച്ചകൾ നടന്നെങ്കിലും ഒടുവിൽ അതെല്ലാം അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. കമലഹാസനും അതുപോലെ തന്നെ ഏകദേശം അങ്ങനെ തന്നെ പറയാം, മക്കൾ നീതി മയ്യം എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിട്ടും വലിയൊരു വേരോട്ടം ഉണ്ടാക്കാൻ, ഒരു പക്ഷേ ഭരണത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ആ നിലയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി മാറാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു കമലഹാസൻ്റെ പ്രതീക്ഷയെങ്കിലും ഒടുവിൽ അദ്ദേഹത്തിന് ഒരു MP സ്ഥാനം ലഭിക്കുന്ന, ആ പാർട്ടിക്ക് ഒരു MP സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് DMK-യുമായിട്ട് സഖ്യമുണ്ടാക്കേണ്ടി വന്നു. DMK സഖ്യത്തിലാണിപ്പോൾ കമലഹാസനുള്ളത്. ഒറ്റയ്ക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യുവാനുള്ള ഒരു സ്വാധീനം അദ്ദേഹത്തിനുണ്ടായില്ല. ശരത് കുമാറും പരാജയപ്പെട്ട ഒരു നേതാവാണ് രാഷ്ട്രീയത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഭാഗ്യരാജും നിരവധി പാർട്ടികൾ, MGR-ന്റെ പേരിൽ തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കി പരാജയപ്പെടുന്നു. പിന്നീട് ADMK-യിലും DMK-യിലും ഒക്കെ മാറി പോകുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് വിജയിക്കാനായില്ല. ആ നിലയിൽ തമിഴ്നാട് രണ്ട് തരത്തിലുള്ള ഉദാഹരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സിനിമാക്കാരെ ചിലരെ കൈനീട്ടി സ്വീകരിച്ചപ്പോൾ ചിലരെ ആ നിലയിൽ സ്വീകരിക്കുവാൻ തയ്യാറായിട്ടുമില്ല. ഈ രണ്ട് രീതിയിലുള്ള അനുഭവങ്ങളും മുൻ അനുഭവങ്ങളും വിജയുടെ മുന്നിലുണ്ട് എന്നുള്ളത്, അവിടെ എങ്ങനെ വിജയ് തിളങ്ങുമെന്നുള്ളതാണ് ചോദ്യം. അത് അമൽ, അത് കൃത്യമായി വിജയ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് വിജയ് ഇപ്പോഴൊക്കെ ഒരു മത്സരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടും 2026 മതി
എന്ന് വിജയ് തീരുമാനിച്ചതിന് പിന്നിലും അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ പറഞ്ഞ ജയലളിതയ്ക്ക് ശേഷം നമ്മൾ പറഞ്ഞ പേരുകളുണ്ടല്ലോ, രജനീകാന്ത് ആയാലും കമൽഹാസൻ ആയാലും ശരത് കുമാർ ആയാലും, അവരൊക്കെ ഈ താരപ്രഭാവത്തിൽ അല്ലെങ്കിൽ തടിച്ചുകൂടുന്ന അവരുടെ ആരാധകരിൽ മാത്രം വിശ്വസിക്കുകയും അത് വലിയ വോട്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുകയുമാണ്. അതായത് ഞാൻ പറയുന്നത് ഒരു വലിയ തയ്യാറെടുപ്പുകളോ അടിത്തറ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന തിരിച്ചടികൾ ഉണ്ടായത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് വിജയ് വളരെ നേരത്തെ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും കൃത്യമായ ഒരു ആസൂത്രണം നടത്തുകയും ചെയ്തത്. അതായത് രാഷ്ട്രീയത്തിൽ വ്യക്തമായിട്ടുള്ളൊരു തിരക്കഥ വിജയ്ക്കുണ്ട്. അതിലെ ഓരോ രംഗങ്ങളുമാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. 2026 എന്ന് പറയുന്ന ഒരു ഗോൾ ലക്ഷ്യമാക്കുക, അതിലേക്ക് എവിടെ നിന്നൊക്കെ പിന്തുണ കിട്ടും, എങ്ങനെയൊക്കെ അടിത്തറ ഭദ്രമാക്കാം എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വിജയ് നടത്തുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യം. ഇപ്പറയുന്ന നേതാക്കളൊക്കെ ഉയർന്നു വരുമ്പോൾ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ശക്തരായിട്ടുള്ള നേതാക്കളുണ്ടായിരുന്നു. സ്റ്റാലിനായാലും ജയലളിതയായാലും ഒക്കെ അവർക്ക് ശേഷം അല്ലെങ്കിൽ അവർക്ക് പിറകിൽ മാത്രമാണ് ഈ പറയുന്ന രജനീകാന്ത് ആയാലും കമൽഹാസനായാലും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് സ്റ്റാലിൻ്റെ ഒരു അമിത പ്രഭാവമാണ് യഥാർത്ഥത്തിൽ രജനീകാന്തിനും കമൽഹാസനും ഒക്കെ തിരിച്ചടിയായത്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്തിനൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് വിജയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിൽ കൂടിയുള്ളൊരു ശ്രമം കൂടി വിജയ് നടത്തുന്നുണ്ട്. പിന്നൊന്ന്, വിജയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക, അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ കൂടിയാണ്. അതായത് ഒരു സിനിമാ താരം എന്നതിനപ്പുറം സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് കൂടി സംവദിക്കാൻ കഴിവുള്ളൊരു താരമാണ് വിജയ്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ അദ്ദേഹം നടത്തുന്ന സംഭാഷണങ്ങളിൽ പ്രസംഗങ്ങളിലൊക്കെ അത് വ്യക്തവുമാണ്. അതിൽ അദ്ദേഹം ട്രെയിൻഡായി കഴിഞ്ഞു ആ സംഭാഷണങ്ങളിൽ. അതായത് പാവപ്പെട്ടവരുടെ ദളപതിയാണ്, നിങ്ങളുടെ ദളപതിയാണ് ഞാൻ എന്നാണ് അദ്ദേഹം ഒരു സിനിമ റിലീസ് സമയത്ത് പറഞ്ഞത്. മെർസലിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ, ചെറിയ ചെറിയ ഡയലോഗുകളിലൂടെ വലിയ വലിയ രാഷ്ട്രീയം പറയുന്ന ആളാണ് വിജയ്. അതും അദ്ദേഹം നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് സമയത്ത് സൈക്കിളിൽ വോട്ട് ചെയ്യാൻ പോകുന്ന വിജയിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് വിജയ് ചെയ്തിട്ടുള്ളത്. നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ അനുകൂലമാകും എന്നാണ് വിജയ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പിന്നെ മറ്റ് ആളുകൾക്കില്ലാത്തൊരു അധികം കിട്ടാതിരുന്നൊരു കാര്യം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്താൻ കഴിയുന്ന വലിയ പ്രവർത്തനം. 2026 ആകുമ്പോഴേക്ക് അതിൻ്റെയൊക്കെ അനന്ത സാധ്യതകളാണ് വരാനിരിക്കുന്നത്. അതൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടീമിനെ വിജയ് ഇതിനോടകം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഇത്രമേൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ഏറ്റവും കൂടുതൽ എത്തുന്നത് യുവാക്കൾക്കിടയിലാണ്, പുതിയ വോട്ടർമാർക്കിടയിലാണ്. അപ്പോൾ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ വിജയ് തീരുമാനിച്ചിരിക്കുന്നു, അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. അപ്പോൾ ഒരു പക്ഷേ മറ്റ് നേതാക്കൾക്ക് കഴിയാത്ത ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വിജയ് എന്ന സിനിമാക്കാരന് കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നത് സ്റ്റാലിനാണ്. സ്റ്റാലിൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും BJPയും സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചിട്ടും ഒരിളക്കവും ഉണ്ടാക്കാൻ കഴിയാത്ത നേതാവാണ്. അത്രമേൽ അടിത്തറ സ്റ്റാലിൻ അവിടെയുണ്ട്, DMK എന്ന പാർട്ടിക്ക് അവിടെയുണ്ട്. കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന DMK ഇപ്പോഴും ശക്തമാണ്. പക്ഷേ കുറേ കാലം ഒരു പാർട്ടിയെ തന്നെ ഭരണത്തിലിരുത്തുന്ന ഒരു സ്വഭാവം കേരളത്തിൽ ഉണ്ടാകുന്ന കേരളത്തിൽ ഇപ്പോഴാണല്ലോ തുടർഭരണം കിട്ടിയത്. അതുപോലെ തന്നെയായിരുന്നു തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നത്. മാറി മാറിയുള്ള പരീക്ഷണങ്ങൾ തമിഴ്നാട്ടിലെ ജനതയും നടത്തുന്നവരാണ്. അപ്പോൾ കുറേ കാലം അധികാരത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാകാം. അതൊക്കെയാണ് 2026 ഉറ്റുനോക്കുമ്പോൾ വിജയുടെയും പ്രതീക്ഷ. വിജയം പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ്. അതുകൊണ്ടാണ് 2026 എന്നുള്ള ഗോൾ തന്നെ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപക്ഷെ മുഖ്യ പ്രതിപക്ഷമാകാനാണോ അതോ മുഖ്യമന്ത്രി ആവാനാണോ വിജയ് ശ്രമിക്കുന്നത്? ആ ശ്രമത്തിൽ എത്രത്തോളം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനാകും എന്നൊക്കെ അറിയണമെങ്കിൽ 2026 വരെ കാത്തിരിക്കേണ്ടി വരും. ICL Finco, the intelligent choice.